ഹായ് എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഇന്ന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ള ഒരു മോന്റെ അവസ്ഥ പറഞ്ഞിട്ടുള്ള ഒരു ഉമ്മയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ താമരശ്ശേരിയിൽ ഉണ്ടായ കൊലപാതകം നമ്മളെല്ലാവരെയും മനസ്സിനെ നടുക്കി. നമുക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാന്ന് പോലും അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ തുറന്നു പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു സംശയം, അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ താത്തയും മോനും ആണോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളത്, അതിനെ കൊലപാതകത്തിന് ഇരയായിട്ടുള്ളത് എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെ ഉമ്മന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ് റാഹത്താണ്. നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. താമരശ്ശേരി കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ഒരു മോന് ഒരു ബ്രെയിൻ ട്യൂമർ ആയിട്ട് ആക്സിഡന്റ് ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്ന ഉമ്മ ഇങ്ങനെ തലക്കടിച്ച് കൊന്നു, വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോള് ജസ്നയ്ക്കും വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ മേ ബി എനിക്കും സംഭവിച്ചേക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിൽ നിന്നൊക്കെ കഴിച്ചിലാക്കി എന്നോണം പറയാം. അപ്പൊ ആ കുട്ടി മാത്രമല്ല, ഞാനിപ്പോ ഇടയ്ക്ക് ഒരു ദിവസം ഒരു റിപ്പോർട്ടർ ചാനലിൽ കാണുന്നുണ്ടായി, വളാഞ്ചേരി ഭാഗത്തുള്ള നിസാമോ എന്ന് പറയുന്നവര് ഓന്റെ തുറന്ന് പറയണം. 23 ഇപ്പൊ ഓന് വയസ്സായിട്ടുള്ള. നിങ്ങൾ ആരും ആ വീഡിയോസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ അത് കാണുക. അതേ സിറ്റുവേഷനിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുള്ള ഒരു ഉമ്മയാണ്. അപ്പൊ ഓനത് സ്വന്തമായിട്ട് മാറണമെന്ന് തോന്നിയതാണ്. ഇപ്പൊ എനിക്ക് നന്നാവണമെന്ന് തോന്നിയാൽ എത്ര അഡിഷൻ സെന്റർ ശ്രമിച്ചിട്ടും പറ്റൂല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ അഡിഷൻ സെന്ററിൽ വരണതും ഇതിനേക്കാളും ഒരുപാട് ലഹരിക്ക് അടിമപ്പെട്ടിട്ടും പലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് വീണ്ടും കണക്റ്റഡ് ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒന്നും കൂടി അവര് കലാവ് വീട്ടി വലിക്കും പോലെയൊക്കെ തോന്നലുണ്ട്, ഇരട്ടിയായിട്ട് ചെയ്യലുണ്ട്. അപ്പം നമുക്ക് സ്വയം നന്നാവണം, നമ്മളെ കുടുംബമാണ്, നമ്മളെ ഇമ്മയാണ്, നമ്മളെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിൽ നമുക്ക് നല്ലൊരു മാന്യനായിട്ട് ജീവിക്കണമെന്ന് തോന്നി സ്വയം നന്നായി വരിക, അല്ലാതെ ഇതിന് യാതൊരു സൊല്യൂഷനും വേറെ. മോന് പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയോ? മോൻ ഇപ്പോഴും ആ ഒരു അവസ്ഥ, കാരണം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ഇതിലേക്ക് വന്നു മാറാന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ എങ്കിലും പുറത്തുനിന്ന് അറിയാൻ കഴിയണത് വേറെ തരത്തിലാണ്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടിയാ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നോ, അവിടെ നിന്നാല് ഇങ്ങനത്തെ കൂട്ടുകെട്ടൊന്നും ഉണ്ടാവൂലെന്ന്. പക്ഷെ ഓന് പോവാൻ കൂട്ടാക്കണില്ല. നമ്മൾ കുറെ പുറത്തുനിന്ന് ഓനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഓൻ അതിനോടൊന്നും താല്പര്യപ്പെട്ട് വരണില്ല. അപ്പൊ അതുപോലെ ഇനി ഒരുപാട് സംഭവങ്ങൾ ഇനി നമ്മുടെ ചുറ്റുപാട് ഉണ്ടാവാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ വീട്ടിൽ എന്തായാലും നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അമ്മക്കൾ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും അറിയാൻ കഴിയും. ഒരു വൈഫിനാണെങ്കിൽ എന്തായാലും ഓന്റെ ദൂഷ്യം അറിയാൻ പറ്റും, ഉമ്മയ്ക്കും ഒരു പരിധി വരെ, വാപ്പമാരാണെങ്കിലും ഒരു പരിധി വരെ. അപ്പൊ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്ത് ഇരിക്കുക, ഇതിനെ അറിയിക്കേണ്ടവരെ ആ തക്ക സമയത്ത് അറിയിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നാളെ താമരശ്ശേരിയിൽ നടന്നൊരു സുബൈദ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പഠിച്ചവൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇന്നിപ്പോ അങ്ങനെയാണ് ജസ്ന കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കണേ. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവേണ്ടത് അവർക്ക് അറിയില്ല. കുറെ ആളുകൾക്ക് ഇത് ഉണ്ട് മനസ്സില്, ഇതുപോലെ കഷ്ടപ്പാട് മക്കളെ കൊണ്ട് ഇനി എന്താ ചെയ്യാ, എങ്ങനെയാണ് ഇവരെ വേർതിരിച്ചെടുക്കേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ കുറെ ആളുകൾ മിണ്ടാതെ നടക്കുകയാണ്. അത് മാത്രല്ല, ഇപ്പൊ നമ്മൾ ചിന്തിക്കണത് നമ്മൾ പെറ്റതല്ലേ, നമ്മളെ ഗർഭപാത്രത്തിൽ കിടന്നതല്ലേ, ഓനെ നമ്മൾ എങ്ങനെയാ പറയുക, അങ്ങനെ പറയാതിരുന്ന അവരെ കൈകൊണ്ട് തന്നെ നമുക്ക് മരണം പഠിച്ചോൻ തരെയാണ്. നമ്മളൊന്ന് മുൻകൂട്ടി ഒന്ന് ചിന്തിച്ച് ഗൗരവമായിട്ടിരിക്കുക. നമ്മളെ കുട്ടികളാണ്, തെറ്റ് ചെയ്യൂല. എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ മോൻ തെറ്റ് ചെയ്യൂല എന്ന് ഞാൻ കരുതിയിരുന്ന ആളാണ്. പക്ഷെ എവിടെ ഇരുന്നാലും സന്തോഷത്തിലും സമാധാനത്തിലും ഇരുന്ന് അവനെ സ്വയം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ പേടിച്ച് തിരിച്ചു വരട്ടെ. അല്ലാതെ നമ്മൾ ഒരാൾ കൊണ്ടുപോയി മാറ്റിയിട്ട് കാര്യമല്ല അല്ലേ. അത് എല്ലാരും എന്നോട് പറയലുണ്ട്, നിങ്ങൾക്ക് എന്താ അഡിഷൻ സെന്ററിൽ കൊണ്ടിട്ടൂടെ. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ചാടി വന്നത് ആരും അഡിഷൻ സെന്ററിൽ കിടന്നോനാ. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ആ വീഡിയോ കണ്ട, ഓനും എത്രയോ അഡിഷൻ സെന്ററിൽ കിടന്നതാ. അപ്പൊ അതൊന്നും കാര്യമില്ല. എന്റെ അടുത്ത് 50,000 60,000 മുടക്കാനൊന്നും എനിക്കില്ലേനും അങ്ങനെ എനിക്ക് വേണ്ട. അങ്ങനെ ഒരാൾ നന്നായിട്ട് വേണ്ട. ഓനെ സ്വയം നന്നായിട്ട് വരട്ടെ, അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷെ ആ ഒരു ഉമ്മ ഞാനല്ല. ആ ഒരു അവസ്ഥ എനിക്ക് വന്നേക്കാം. അൽഹംദുലില്ലാ, പഠിച്ചവന്റെ കലായിൽ അതൊക്കെ തട്ടിമാറ്റി ഇൻഷാ അല്ലാഹ്. എല്ലാരോടും എനിക്ക് പറയേണ്ട ഒരുപാട് കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഉമ്മമാരോട് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ കാരണം ആളുകളൊന്ന് ശ്രദ്ധിക്കണം, മക്കൾ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ പോകുന്നുണ്ടോ. ഉമ്മമാര് മാത്രല്ല, ഭാര്യമാരും ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കൊലപാതകം ഇപ്പോഴും നടന്ന്, ലഹരിയുടെ പുറത്താണ്. 3-4 കുട്ടികൾ നമ്മളിവിടെ പരവൂര് ഭാഗത്ത് ചേന്ദമംഗലത്ത്, അതും ലഹരിയുടെ ഉപയോഗത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന ഒരു വില്ലൻ തന്നെയാണ്. അത് നമ്മൾ എല്ലാരും കെയർ ചെയ്തിരിക്കുക.
ഉമ്മമാര് മാത്രമല്ല വൈഫുമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അതെ, ഉപ്പയെ ലഹരി. സഹിക്കണം പെമ്മക്കളുണ്ട്. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസ് ഇട്ടതിന് ശേഷം എന്റെ ഉപ്പ എങ്ങനെയാണ്, എന്റെ ആങ്ങളമാര് ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ എത്രയോ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കുമ്പോഴും അല്ലേ എപ്പോഴും നമ്മള് ലഹരിക്ക് അടിമകൾ തന്നെയാണ് ഒരുപാട് വീടുകളില് ആളുകള്. ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കണം. ഒരു ദിവസം വരെ നമ്മൾ കുറച്ച് മയക്ക് കെട്ടിയിട്ട് അവിടെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോവുക, അങ്ങനെയല്ല. അതിനെതിരെ പ്രയത്നിക്കുക. ഞാൻ സത്യം പറയല്ലോ, ഞാൻ കംപ്ലൈന്റ് പറഞ്ഞ പോലീസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പൊ നിയമപാലകര് പോലും നമ്മളെതിരെ കൈമലർത്തിയാണ്. കാരണം ഇതിങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. കരുതിയിരിക്കുക, കയറി, അത്രേ ഉള്ളൂ. ഇതൊരു നമുക്കൊരു കൊറോണ പോലുള്ള ഒരു മഹാമാരി, ഒരു വൈറസ് ആണെങ്കിൽ പോലും നമുക്ക് തൂത്ത് കളയാം സമൂഹത്തിന്റെ മുന്നിൽ നിന്ന്. പക്ഷേ ഈ അതൊക്കെ നമ്മൾ അതിജീവിച്ചു അതിജീവിച്ചു. പക്ഷേ ഈ ലഹരിയിൽ ഒരിക്കലും ഈ MDMA എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഞാനൊക്കെ ആ വാക്ക് പറയുമ്പോൾ പഠിച്ചോനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും എടുത്താ പൊങ്ങാത്തൊരു വാക്ക് എനിക്ക് പറയേണ്ടി വന്നല്ലോ, അത് ഉപയോഗിക്കണ കാണേണ്ടി വന്നല്ലോ. അപ്പൊ അത്രത്തോളം തുടച്ചു നീക്കിയാലെന്നല്ല, ഇനി എത്ര പോരാടിയായിരുന്നാലും അവർ ആ ഒരു സിറ്റുവേഷനിൽ എന്തും ചെയ്യാൻ മടിക്കൂല. അതുകൊണ്ട് കൊറോണയെക്കാളും മഹാമാരിയാണ് ഈ MDMAയും കഞ്ചാവും കാര്യം. മോന് ഖുർആൻ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലെ? കുറെ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് എങ്ങനെയായിരുന്നു? ഏതുവരെ പഠിച്ചിരുന്നു ഖുർആനൊക്കെ? അവൻ ഹാഫിളാവാൻ വേണ്ടിയാണ് ആദ്യം പഠിച്ചത്. അപ്പൊ ഒരു 12-13 ജിസോളം ഹാഫിളായി. മലപ്പുറം ജില്ലയിൽ എത്രയോ കോളേജ് ഹിഫ്ള് കോളേജ് മത്സരിച്ചതിൽ അവന് ഫസ്റ്റ് പ്രൈസും 5000 രൂപയും കിട്ടിയ മോന ഖുർആൻ പാരായണത്തിന്. അത് കഴിഞ്ഞിട്ട് കോട്ടക്കല് ഭാഗത്ത് വാര്യത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ഒന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ആ സ്ഥാപനങ്ങളുടെ പേര് പറയണ പ്രായോഗികമല്ല. അതെ അതെ, അത് പറയണ്ട. അതെല്ലാം അവന് പഠിച്ചിട്ടുണ്ടോ? ആളുകൾ ചോദിച്ചിരുന്നു ശരിക്കും അത് ഓന് ഖുർആൻ പഠിച്ചിരുന്ന കുട്ടിയാണോ? അതെ, ശരിക്കും ഖുർആന് പഠിച്ച് അവന്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തന്നില്ലേ? അതേ, രണ്ടാളും ചെറിയ ആള് ഹാഫിളായി. ഇവൻ 12-13 ജിസോളം ഹാഫിളായി. പിന്നെ കൊറോണ കഴിഞ്ഞ് ദർസിലും 4 വർഷം പഠിച്ചിട്ടുണ്ട്. വാര്യത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള മക്കളൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കൂല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ ആ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. നമ്മളെ മക്കളിപ്പം എന്താ ഉസ്താക്കന്മാർക്ക് പഠിക്കുന്ന വെള്ളയും ഇട്ടെടുക്കണ തൊപ്പി, ഇതൊന്നും കാര്യാക്കണ്ട. എല്ലാവരുടെ ഇടയിലും വ്യാപകമായിട്ടുണ്ട്, തെളിവുണ്ട്. ഇപ്പൊ എന്റെ മോന്റെ ആ കാര്യമല്ല, എന്റെ ജീവിത അനുഭവം കൊണ്ട് പറയണ്. ഉസ്താക്കന്മാരിൽ അങ്ങനെ നമ്മൾ അടച്ച് ആക്ഷേപിക്കണതല്ല. ഉസ്താക്കന്മാരാവട്ടെ, സന്യാസിമാരാവട്ടെ, പള്ളിയിലച്ചന്മാരാവട്ടെ, നാടന്മാരാവട്ടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ, അതിപ്പം പിന്നെ ചങ്ങായി പറയുന്നുണ്ട്, നഴ്സന്മാര്, ഡോക്ടർമാര് വരെ ഇതിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. എന്റെ ജീവിതവും കൂടെ ഞാൻ വെച്ചിട്ട് പറയണം, എന്റെ ജീവിതം തകർത്തതേ ലഹരിയാണ്. മോന്റെ കാര്യം മാത്രമല്ല, കുടുംബജീവിതം തന്നെ തകർത്തത് ലഹരിയാണ്. അത് പറയണെങ്കിലൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ഒന്ന് കരുതിയിരിക്കുക, ജാഗ്രത അല്ലെ തന്നെ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ ഈ ആളോട് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ നമ്മളെ മക്കളെ സംശയിക്കണ്ട, പക്ഷെ നമ്മൾ കരുതിയിരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ, നമ്മളെ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗം വെറുതെ അങ്ങോട്ട് തള്ളിക്കളയണ്ട, ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാന്ന് മാത്രം പറയുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.